ഹായ്. റോബർട്ട് എഗേഴ്സിന്റെ ഡയറക്ഷനിൽ റീസെന്റ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹൊറർ ത്രില്ലർ ചിത്രമായിരുന്നു നോസ്ഫെറാറ്റു എന്നുള്ള ഈ ഒരു സിനിമ. ഇവിടെ സമീപത്തൊന്നല്ല, ഒരു തിയേറ്ററിലൊന്നും റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം സൈഡിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. എന്തായാലും തിയേറ്ററിൽ മിസ് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ OTT റിലീസിങ് നടത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ നിലവിൽ ഓവർസീസിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ അടുത്ത ദിവസം തന്നെ അവൈലബിൾ ആയി തുടങ്ങും. സിനിമയുടെ ഒരു കഥ എന്നുള്ളത് ഏകദേശം ഒരു 80 കാലഘട്ടത്തിൽ, അത് 1980 അല്ല കേട്ടോ, 1800കളുടെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പം നമ്മുടെ നായികയുടെ പേരെന്നുള്ളത് എലൻ എന്നുള്ളതാണ്. അവൾ എന്തായാലും തോമസ് എന്ന് പറയുന്ന നമ്മുടെ നായകനെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്നല്ല, അങ്ങനെ ഇവരുടെ ലൈഫിലേക്ക് ഒരു വാമ്പയർ കടന്നെത്തുകയാണ്. ഒരു ചെകുത്താൻ എന്നൊക്കെ കൂട്ടിക്കോ. അവൻ എന്തിനാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെയുള്ള സസ്പെൻസ്ഫുൾ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. എന്തായാലും ഇതൊക്കെയാണ് ഏകദേശം സിനിമയുടെ ഒരു ലൈൻ എന്നുള്ളത്. അപ്പം ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു സിനിമയാണ്. ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റാണ് ദൈർഘ്യം എന്നുള്ള. ഈ മൊത്ത മണിക്കൂറും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെ ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അത് പ്രധാനമായിട്ട് പറയേണ്ടത് സംവിധായകൻ്റെ സംവിധാന മികവ്, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല രസമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു തരുന്ന പോലെയുള്ള ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിങ്, പിന്നെ പ്രകടനങ്ങൾ എന്നൊക്കെയുള്ള ഒരു കാര്യം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമയെ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കഥ കേൾക്കുന്ന ഒരു ഫീലുണ്ട് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ പണ്ടൊക്കെ മാടൻ്റെ കഥ, മൃതയുടെ കഥ, ചെകുത്താൻ്റെ കഥ, അല്ലെങ്കിൽ ഡ്രാക്കുളയുടെ കഥ എന്നൊക്കെ പറയല്, അത്തരത്തിലുള്ള ഒരു ഫീൽ തന്നെയാണ് സിനിമയെ മൊത്തം അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു കഥാപരിസരത്തെയൊക്കെ തന്നെ നല്ല നീറ്റായിട്ട് പുള്ളി അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ എന്നുള്ളൊരു കാര്യവും പറയണം. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു മുഷിപ്പ് പോലും ഇല്ല. കാര്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണ്, പക്ഷെ ആ മുഷിപ്പ് നമുക്ക് ഫീൽ ആകുന്നില്ല. അത് പ്രധാനമായിട്ടും ആ സ്ക്രീൻ പ്ലേ ഒക്കെ അങ്ങനെ രസമായിട്ടാണ് അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റി ഒന്ന് പറയണം. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ഫീൽ ചെയ്യും ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ. പറ്റുമെങ്കിൽ നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ ഈ ഒരു സിനിമ ഓടുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ പ്രകടനങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടത് നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ലില്ലി റോസ് ഡെപ്പ് എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. ഒന്നാമത് ആ ഒരു ക്യാരക്ടറിന് ഒരു വശ്യ സൗന്ദര്യമുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെന്തുകൊണ്ടെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ നല്ല രസമായിട്ട് ആ ഒരു അഭിനേത്രി സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ആ ഒരു തോമസ് എന്ന് പറയുന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിക്കോളാസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു സിനിമ കണ്ടു തീർത്തതേ ഞാൻ ആദ്യം തപ്പി ഇതിൻ്റെ അധികം പറഞ്ഞില്ല, ഒരു ചെകുത്താനുണ്ട്, ഒരു വാമ്പയറുണ്ട്. ആ ക്യാരക്ടറിനെ ആരാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആദ്യമേ സെർച്ച് ചെയ്തത്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ബിൽ സ്കാർസ്ഗാർഡ് എന്ന് പറയുന്ന ആക്ടറാണ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പുള്ളിയാണ് അത് ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള മേക്ക് ഓവറാണ് ആ ഒരു ചാത്തനിൽ മൊത്തത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ചാത്തനല്ല കേട്ടോ, ഒരു വാമ്പയറാണ്. എന്തായാലും അതൊക്കെ നല്ല രസമായിട്ട് പുള്ളി അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രകടനവും ഒരു മേക്ക് ഓവറും ഒക്കെ ആയിരുന്നു ഒരു ക്യാരക്ടർ എന്നുള്ളത്. മൊത്തത്തിൽ പറയുമ്പോഴേ പിന്നെ ഞാൻ പറഞ്ഞില്ല, സിനിമാറ്റോഗ്രഫി കാഴ്ചയൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സിനിമാറ്റോഗ്രഫി കാഴ്ച, VFX വർക്ക്, ചിത്രത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മേക്കപ്പ്, അല്ലെങ്കിൽ കോസ്റ്റ്യൂം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പക്ക പെർഫെക്ഷനിൽ നിന്നിട്ടുള്ള ഒരു സിനിമയാണ്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഇത് സ്ലോ ആയിട്ട് കഥ പറയുന്ന സിനിമയാണ്, പക്ഷേ ആ സ്ലോനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല സിനിമയ്ക്കുള്ളിലൂടെ. നല്ല രസമായിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഒരു റെക്കമെൻഡേഷൻ കൂടി നമ്മൾ നടത്തുകയാണ്. എനിക്ക് പേഴ്സണലി നല്ല വർക്കൗട്ടായി സിനിമ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7 out of 10 ആണ് നൽകുന്നത്. 10-7 കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ 18+ കണ്ടന്റ് നല്ല രീതിയിലുണ്ട്. കാരണം ഇതിൻ്റെ കഥാപരിസരത്തിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള കുറച്ച് ചവളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. സോ പ്രായപൂർത്തിയായവർ മാത്രം ഇരുന്ന് കാണാൻ കൂടി ശ്രമിക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷം കാണാം. ബൈ.